കൊച്ചിയിൽ 14-കാരനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ലഹരി നൽകിയെന്ന പരാതിയിൽ അമ്മൂമ്മയുടെ സുഹൃത്തിനെതിരെ കേസ്. തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ടുണ്ട്. അരുൺ, നമ്മൾ ഈ കുട്ടികൾ നേരിടുന്ന ക്രൂരതകളെക്കുറിച്ച് തൊട്ടു മുമ്പ് രഘു ആ 4-ാം ക്ലാസ്സുകാരിയുടെ ആ കുഞ്ഞിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഒരു 3-ാം ക്ലാസ്സുകാരൻ്റെ കാല് പൊള്ളിച്ച വാർത്ത വന്നത്. ഇപ്പോൾ അമ്മൂമ്മയുടെ സുഹൃത്താണ്. ഒന്ന് ആലോചിക്കുക, നമ്മളൊരു ബന്ധങ്ങളുടെയൊക്കെ പോക്ക് ചെയ്തെന്നില്ലേ. അമ്മൂമ്മയുടെ സുഹൃത്ത് ഒരു കുഞ്ഞിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മദ്യം നൽകുന്നു അല്ലെങ്കിൽ ലഹരി നൽകുന്നു എന്നൊക്കെ പറയുന്നത്, ഇതെങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ആ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്നത്? എറണാകുളം വടുതയിലാണ് ഈ സംഭവം. അമ്മൂമ്മയുടെ ഒപ്പമാണ് ഈ 14 വയസ്സുകാരൻ താമസിക്കുന്നത്. ഈ 14 വയസ്സുകാരനെ ഈ അമ്മൂമ്മയുടെ സുഹൃത്ത് ആദ്യം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി മദ്യം കുടിപ്പിച്ചു. അതിനുശേഷം ഈ കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ നിർബന്ധിപ്പിച്ച് കഞ്ചാവ് വലിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവം സഹപാഠിയോടെയാണ് ഈ 14 വയസ്സുകാരൻ പറഞ്ഞത്. അങ്ങനെ ആ സഹപാഠി കുട്ടിയുടെ അമ്മയെയും രണ്ടാനച്ഛനെയും വിവരമറിയിച്ചു. അങ്ങനെ അമ്മയും രണ്ടാനച്ഛനുമാണ് ഈ വിഷയം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കേസ് എടുക്കുകയും ചെയ്തത്. തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വളരെ മാനസികവും ശാരീരികവുമായ ദുരവസ്ഥയിലൂടെയാണ് ഈ കുട്ടി കടന്നുപോയത്. കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാട്ടുകാരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കുട്ടി അമ്മൂമ്മയോടൊപ്പമാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് താമസിക്കുന്നത്. ഈ കുട്ടിക്ക് കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും കുട്ടിക്ക് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്.